സൺ റൂഫ്, ഒരു സിംഗിൾ പെയിൻ സൺ റൂഫാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ നമുക്ക് വയർലെസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന 3D മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാർബൺ ഫൈബർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രീം കാറായിരുന്നു. പല മോഡിഫിക്കേഷൻ ചെയ്യാനും അതുപോലെ ക്ലീൻ സ്പെക്കിൽ യൂസ് ചെയ്യാൻ 9 ഷെല്ലുകളായിട്ടാണ് അവർ ഹെഡ് ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടാൽ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനസ്സിലായ ഒരു ഡ്രീം സെഗ്മെന്റ്. അത് മാത്രമല്ല എല്ലാ മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെന്റ്. കുറച്ച് നാളുകൾക്ക് മുന്നേ IV-Tech എന്ന എഞ്ചിന് റിഫൈൻമെന്റ്സ് നിർമ്മിച്ച ഒരു മോഡൽ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹോണ്ട സിറ്റി. ഇന്നത്തെ വീഡിയോ കൂടെ നമ്മളുള്ളത് ഹോണ്ട സിറ്റിയാണ്. നമുക്ക് അടുത്ത് പരിചയപ്പെടാം. എല്ലാവർക്കും പുതിയ അപ്പോൾ ഗൈസ്, ഇതാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്ന മോഡൽ. ഈ ഒരു മോഡലും അതുപോലെ തന്നെ ഈ ഒരു റിഫൈൻമെന്റ്സ് ഈ എഞ്ചിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രൈവേഴ്സ് കാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു മോഡലുമാണ്. ഈ ഒരു സെഗ്മെന്റിലെ കിങ് എന്ന് വേണമെങ്കിൽ വിളിക്കാൻ വേണ്ട ഒരു മോഡലാണ് ഹോണ്ട സിറ്റി എന്ന് പറയുന്ന മോഡൽ. എവിടേക്ക് നമുക്കൊരു BMW ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പുതിയൊരു ഹോണ്ട സിറ്റി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, അതിന് മുന്നത്തെ ഒരു ഹോണ്ട സിറ്റി, പഴയൊരു മോഡൽ ഹോണ്ട സിറ്റി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രീം കാറായിരുന്നു. പല മോഡിഫിക്കേഷൻ ചെയ്യാനും അതുപോലെ ക്ലീൻ സ്പെക്കിൽ യൂസ് ചെയ്യാനും വേണ്ടി ഒരുപാട് ഫാൻസുള്ള ഒരു മോഡലുകളായിരുന്നു ഇതിന് മുന്നത്തെ V-Tech എഞ്ചിനായ സിറ്റി. അതിൻ്റെ പെട്രോൾ റിഫൈൻമെൻറ്റ്സ് അറിയിച്ച മോഡലുമായിരുന്നു നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്ന ഹോണ്ട സിറ്റി. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും പുതിയ മോഡൽ നമ്മൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഓക്കെ, വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ ഹോണ്ടയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ മേലെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് പോയിട്ട്, അപ്പോൾ ക്രോം ട്രീറ്റ്മെൻറ്റ് നേരെ ഹെഡ് ലാമ്പ് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ ഹണി ഗ്രൂപ്പ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ LED ലാംപ്സാണ് ഈ വാഹനത്തിലും കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല 9 അര ഒരു 9 ഷെല്ലുകളായിട്ടാണ് ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ട അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ താഴെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റഡ് ഫോഗ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല ഈ ഒരു മാറ്റ് ബ്ലാക്ക് ചേർന്നുള്ള ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ഒരു ഫോഗ് ലാമ്പ്. ഹൗസിങ് കൊടുത്തിട്ടുള്ള ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. നമുക്ക് മോഡൽ ക്യാരറ്റ് ലെയിൻസ് ആണ് സാധിക്കും. അതുമാത്രമല്ല അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ്. റെയിൻ സൈസ് വൈപ്പേഴ്സ് കൊടുത്തത്. ഓട്ടോ ഡിമ്മിങ് ആയ ഹെഡ് ലാംപ്സാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. കാരണം അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ രീതിയിലാണ് ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു എയർ ഫ്ലോ എയർഡാമിക് ഡിസൈന് വേണ്ടിയിട്ടാണ് ഒരു കംപ്ലീറ്റ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. ഒരു ഡ്രൈവ് എന്തൂസിയാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു എയർ ഫ്ലോ ലഭിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ഒരു ക്യാരറ്റ് ലെയിൻസ് കാരണമൊക്കെ ലഭിച്ചിട്ടുള്ളത്. നല്ലൊരു ഫീൽ നമുക്ക് ലഭിക്കേണ്ടത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ. ഇനി നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് ഒരു അലോയ് വീൽസ് ആണ്. ഡുവൽ ടോൺ കളറിലാണ് അലോയ് വന്നിട്ടുള്ളത്. 4 സ്പോക്ക്, അതിലും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. 16 ഇഞ്ചാണ് അതിൻ്റെ ഒരു അലോയ് സൈസ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ രീതിയിലാണ് ഒരു അലോയ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഡുവൽ ടോൺ കളർ. സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അത് വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാമറ കൊടുത്തിട്ടുള്ളത്. അവിടെ ബ്ലൈൻഡ് സ്പോട്ടിംഗ് ഡിറ്റക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാമറ വന്നിട്ടുള്ളത്. സൈഡിൽ നമുക്ക് ക്യാരറ്റ് ലെയിൻസ് കാണാൻ സാധിക്കും. ക്രോം ട്രീറ്റ്മെൻറ്റ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ലോപ്പിങ്ങൊക്കെ ഒരു എയർ ഫ്ലോ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സ്പോർട്ടി അപ്പീലും ഒരു എന്തൂസിയാസം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോക നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ആ ഒരു ഡ്രൈവ് എന്തൂസിയാസിന് ഇവിടെയും ക്യാരറ്റ് ലെയിൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ ഡ്രം ബ്രേക്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ ബാക്ക് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ ബാക്ക് പ്രൊഫൈൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഒരു ടെയിൽ ലാംപ്സ് ഉണ്ട്. ഒരു സ്പോർട്ടി ഫീൽ ചെയ്യുന്ന ടെയിൽ ലാംപ്സാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത് സ്മോക്ക്ഡ് ആണ് വന്നിട്ടുള്ളത്. സ്പ്ലിറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പകുതി ബൂട്ട് ലീറ്റിലൂടെ കയറുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റിയിൽ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. IV-Tech എന്നൊരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഹോണ്ടയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. ക്യാമറ വേണ്ടിയിട്ടുണ്ട്. ഒരു ഡിഫ്യൂസർ പോർഷനും കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു സ്പോർട്ടി ഫീൽ ഉണ്ട്. ഒരു 3D മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ളത്. കാർബൺ ഫൈബർ 3D മെറ്റീരിയലാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാർക്ക് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ടൂൾ കിറ്റ് സ്പെയറിലൊക്കെ താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നേരെ ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ ഒരു ലിപ്പ് സ്പോയിലറും കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം ഈ ഒരു ലിപ്പ് സ്പോയിലറാണ്. ബാക്കിയുള്ള സ്പോയിലേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്പോർട്ടി ഫീൽ ലഭിക്കുക ഈ ഒരു ലിപ്പ് സ്പോയിലറിനാണ് ലഭിക്കുക. ഷാർഫിൻ ആൻറ്റിന ഡിഫോഗ് ലെയിൻസും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ ഇതാണോ അതിനോട് ഡോർ പാഡ് വന്നത്. ഡുവൽ ടോണിലാണ് ഡോർ പാഡ് വന്നുള്ളത്. ഒരു ബ്ലാക്ക് മെറ്റീരിയലും ഒരു ബീച്ച് കളറും കാണാൻ സാധിക്കും. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്കും അവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സീറ്റ്സും കാണാൻ സാധിക്കും. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇതിൽ തന്നെ. നേരെ നമുക്ക് ഇൻറ്റീരിയർ നിന്ന് അടുത്ത് പരിചയപ്പെടാം. ഇനി നമ്മൾ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിലൊരു ക്ലസ്റ്റർ യൂണിറ്റാണ്. കാരണം അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ഡിസൈൻ ചെയ്യുന്നത്. അത് മാത്രമല്ല ഇത് മൾട്ടി ഫംഗ്ഷനാണ്. അതായത് ഈ ഒരു സ്പീഡോമീറ്റർ അൺലോക്കും ഒരു RPM ഗേജ് വരുന്നത് DFT ഡിസ്പ്ലേ ആണ്. കണ്ടോ,
ഈ ഒരു ഭാഗം വരുന്നത് ഡിജിറ്റലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ സ്പീഡോമീറ്റർ അനലോഗ് മീറ്റേഴ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മൾട്ടി ഫംഗ്ഷൻ യൂണിറ്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ആ ഒരു ഫീച്ചർ. സ്റ്റിയറിംഗ് നമ്മൾ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, മീഡിയ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട്, ക്ലസ്റ്റർ കൺട്രോളിങ് കൊടുത്തിട്ടുണ്ട്. ഇത് അഡാസ് ഫീച്ചേഴ്സിൻ്റെ കൺട്രോൾസ് വന്നിട്ടുള്ളത് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലും ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ നമുക്ക് സ്പോട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഹെഡ് ലാമ്പ് കൺട്രോൾസ്, അതുപോലെ വൈപ്പർ കൺട്രോൾസ് കാണാൻ സാധിക്കും. എഡ്ജിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റെഡ് ഇൻസേർട്ട് കൊടുത്തിട്ട് നമുക്ക് സ്പോട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ബട്ടൺസാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. നമ്മളതിന് ഇൻഫോടെക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേ നമുക്ക് വയർലെസ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വയർലെസ്സിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് താഴെ വന്നുള്ളത്. സിംഗിൾ സോണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് USB പോർട്ടും ഒരു 2 ചാർജിങ് സോക്കറ്റും കാണാനായിട്ട് സാധിക്കും. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കീ വന്നിട്ടുള്ളത്. കീയിൽ ലോക്ക് അൺലോക്ക്, പിന്നെ ബൂട്ട് സ്പേസ് ഓപ്പണുള്ള ബട്ടൺ കൊടുത്തിട്ടുള്ളത്. കീയിൽ അത്യാവശ്യം നല്ല വെയിറ്റുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റിലാണ് കീ വന്നിട്ടുള്ളത്. പിന്നെ എക്കോ മോഡ് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കാണാനായിട്ട് സാധിക്കും. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ്, മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഓരോ ഡ്രിഫ്റ്റിങ്ങിനൊക്കെ മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് കുറച്ചും കൂടി ബെസ്റ്റ്. ഗ്ലോ ബോക്സ്, അതിൽ അത്യാവശ്യം നല്ലൊരു പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ഗ്ലോ ബോക്സ് കൊടുത്തുള്ളത്. പിന്നെ ഒരു 3 ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബ്ലാക്ക്, ഒരു വുഡ് മെറ്റീരിയൽ, ഒരു ബീച്ച് കളർ, ഒരു 3 ടോൺ കളർ എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ ഫ്രെയിംലെസ് ആയിട്ടുള്ള റിയോ മിറർ കാണാൻ സാധിക്കും. ലാമ്പ്, അതുപോലെ തന്നെ സൺ റൂഫ്, ഒരു സിംഗിൾ പാൻ സൺ റൂഫാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ചിൽ മൂഡിൽ നമുക്ക് യാത്ര ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സൺഷെയ്ഡ് മിറർ വന്നിട്ടുണ്ട്. മുടിയൊക്കെ നോക്കി നല്ലൊരു ഫ്രീക്ക് ഉണ്ട് നമുക്ക് വേണ്ടിയത് ഇറങ്ങാനും സാധിക്കുന്നതാണ് ഈ ഒരു മിറർ നോക്കിയിട്ട്. പാസഞ്ചറിലും മിറർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ സീറ്റ്, ഒരു ഡ്രൈവർ ക്യാബിനെ കുറിച്ച് പറയുള്ളത്. സീറ്റിംഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സാണ് കൊടുത്തുള്ളത്. ഒരു ഹഗ് ഇരിക്കുന്ന ഫീൽ ഉണ്ട്. സ്പോട്ടി ബക്കറ്റ് സീറ്റിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കേണ്ട സീറ്റിൽ തന്നെ. അതുപോലെ ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റിൻ്റെ താഴെ. പേഴ്സണലി എനിക്ക് സെഡാൻ വാഹനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റുകൾക്ക് എല്ലാവർക്കും സെഡാൻ ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്കും നല്ല ഇഷ്ടമാണ് സെഡാൻ. പക്ഷേ സിറ്റി കണ്ടപ്പോൾ ശരിക്കും ഒരു ക്രഷ് അടിച്ച്. കാരണം അത്യാവശ്യം നല്ലൊരു സ്പോട്ടി ഫീൽ ലഭിക്കുന്ന മോഡലാണ്. സെക്കൻഡ് റോ ജസ്റ്റ് നോക്കി നോക്കാം. ഇതാണ് സെക്കൻഡ് റോ വന്നത്. സെക്കൻഡ് റോ അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട് സെക്കൻഡ് റോ ഇരുന്ന് പോകാൻ. കണ്ടോ, നല്ല കംഫർട്ടിൽ സെക്കൻഡ് റോ ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 12 ചാർജിങ് സോക്കറ്റ് കൊടുത്ത് 2 12 ചാർജിങ് സോക്കറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. ചെറിയൊരു സെൻറ്റർ ഇട്ടാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ സെക്കൻഡ് റോയിലും. സീറ്റ് അത്രയും ബാക്കിലോട്ട് ഇട്ടിട്ട് അത്രയും സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട് സെക്കൻഡ് റോയിൽ. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, 2 കപ്പ് ഹോൾഡേഴ്സ്. ആവശ്യമില്ലെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കും. പിന്നെ ലാമ്പ്, റേഡിയൻ ലാമ്പ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഡുവൽ ടോളായ കാരണം നല്ലൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ. കണ്ടോ, ഫുൾ ഡുവൽ ടോളായ കാരണം നല്ലൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. സ്പോർട്ടി അപ്പിയറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഈ കിടക്കുന്നത് പിന്നെ ബേസ് മോഡൽ മുതൽ ഞങ്ങൾക്ക് അലോവിയിൽ ലഭിക്കുന്നുണ്ട്. അതും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സിറ്റിനെ കുറിച്ച് പറയുമ്പോൾ. ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹോണ്ടയുടെ പ്രശസ്തമായ എഞ്ചിനാണ് IVTEC എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 1.5 ലിറ്റർ IVTEC എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. VTC പുതിയൊരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 121 PS പവറും 145 Nm ടോർക്കിന് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പൊളി പൊളിക്കാൻ വേണ്ടി ബെസ്റ്റാണ്. അത്രയും ഒരു പെർഫോമൻസ് ഇവൻ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അത് താഴെ കൊടുക്കുന്നുണ്ട്.